നമസ്കാരം, ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്നത് വളരെ മനോഹരമായി ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫോം ഷീറ്റ് അഥവാ ഫെദർ ഷീറ്റാണ്. ആദ്യം നമുക്ക് ഒരു ഫോം ഷീറ്റ് എടുക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ഫ്ലവറാണ്, അതുകൊണ്ടാണ് ചെറിയ ഫോം ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു 1/2 സെൻറ്റിമീറ്റർ എടുത്ത് അകത്തേക്ക് മടക്കാം. നമുക്ക് 3 ലെയർ വേണം, സെയിം സൈസുള്ളത്. അതുകൊണ്ട് നമുക്കിത് 3 മടക്കിയെടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ആ മാർക്കൊക്കെ ഒന്ന് വീഴ്ത്തിയെടുക്കണം. സെയിം സൈസ് ആകാനാണ് നമ്മളിങ്ങനെ മടക്കുന്നത്, ഇല്ലെങ്കിൽ സ്കെയിൽ വെച്ച് വരച്ചാലും മതി. ഇനി നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന മാർക്കിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഫുൾ എൻഡ് വരെ കട്ട് ചെയ്യേണ്ട, കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ സെക്കൻഡ് മാർക്കും തേർഡ് മാർക്കിലും വന്നിരിക്കുന്ന ഫോം ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് പീസ് ഫുള്ള് കട്ട് ചെയ്തിങ്ങെടുക്കാം. മുകളിൽ കുറച്ച് സ്പേസ് മാത്രം ഇട്ടാൽ മതി. അത് സെയിം ലെവലിലൊക്കെ ആയിട്ടൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളുടെ മുടി പോലെയാണിത് കിടക്കുന്നത്. മുടി പിന്നുന്നത് പോലെ തന്നെ നമ്മൾക്കിതൊന്ന് പിന്നിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇതൊന്ന് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫ്ലവർ ഭംഗിയായിരിക്കും. മുടി പിന്നിക്കഴിഞ്ഞു. ഇനി ഗം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഫോം ഷീറ്റ് ആയതുകൊണ്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. മുകൾ ഭാഗം അകത്തേക്കൊന്ന് മടക്കി പയ്യെ ഇതങ്ങ് റൊട്ടേറ്റ് ചെയ്താൽ മതി. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു റോസിൻ്റെ ഷേപ്പ് വന്നു കഴിഞ്ഞു. വളരെ ഈസിയാണിത്. ഇനി നമ്മൾക്ക് ഇത് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. ഗം ഗ്ലൂ ആണ് നല്ലത്. സമയം ലാഭിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്.
ഓക്കെ, നമ്മുടെ റോസ് റെഡിയാണ്. അതുപോലെ പല കളറുള്ള റോസസ് നമുക്കുണ്ടാക്കാം. ഇനി ഇത് ഒരു ഹെയർ ബാൻഡ് എടുത്ത് അതിലേക്ക് സ്റ്റിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് പലതരത്തിൽ നമ്മൾക്ക് സ്റ്റിക്ക് ചെയ്യാം. ഓൾറെഡി ഞാനതിൽ 2 ലീവ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫോം ഷീറ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഗം ഇതാണ്. ഫെവിബോണ്ട്, ഫെവിക്വിക്ക്, സൂപ്പർ ഗ്ലൂ ഇതെല്ലാം ഉപയോഗിക്കാം നമുക്ക്. സ്റ്റിക്കായി എടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഇനി നമുക്ക് ഒരു ലീഫ് വെട്ടിയെടുക്കാം. റോസയുടെ ഇലയുടെ ആകൃതിയിൽ വരച്ചെടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വള്ളികളൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്കത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കതൊന്ന് ചുരുട്ടിയെടുക്കാം. കുറച്ച് നേരം വെക്കണം. അതിനു വേണ്ടി നമുക്ക് എവിടെയെങ്കിലും കയറ്റി വെക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ ഹെയർ ബാൻഡിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.